ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ഡൂഡിലായിട്ട് നോക്കിയാലോ. ആദ്യം നമ്മളിങ്ങനെ സെൻട്രൽ കോട്ട് വരച്ചിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ടെടുക്കുക, കുറച്ച് സ്പേസ് വിട്ടിട്ട്. എന്നിട്ട് ആ ഡോട്ടിൽ നിന്ന് മറ്റേ ഡോട്ടിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതാണ് പെൻസിൽ കൊണ്ടാണ് ആദ്യം വരച്ചിട്ടുള്ളത്. ബിക്കോസ് എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ് പെന്ന് കൊണ്ട് വരച്ചാൽ തെറ്റുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്നിട്ടാണ് ഞാൻ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഒരു ഡോട്ടിൽ നിന്ന് മറ്റേ ഡോട്ടിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വരകളായിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കണം. അല്ല, ഒരു റൗണ്ട് ഷേപ്പ് എന്നൊക്കെ പറയാം. അതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. പിന്നെ എൻ്റെ വീഡിയോന് കുറച്ച് വളവും ചെരിവൊക്കെ ഉണ്ടാവും. കാരണം ഗൈസ്, ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കും, ഒരു കൈ കൊണ്ട് വരക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വരക്കുന്ന കോൺസെൻട്രേഷനിൽ വീഡിയോ എടുത്ത് ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. പിന്നെന്താണ്, അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഡോട്ടിനിടയിൽ കൂടെ വിലങ്ങനെ ഇങ്ങനെ കുത്തനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് അതിലും ഇതേപോലെ ഡോട്ട് ഇട്ടിട്ട് ആ ഡോട്ടിൽ നിന്ന് മറ്റേ ഡോട്ടിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വരകൾ വരച്ചു കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ പറയുന്നതിലും കൂടുതൽ. എന്താണ്, നിങ്ങൾക്കും ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഇത് വരയ്ക്കാൻ നല്ല രസമുണ്ടാവും. നമുക്കിങ്ങനെ വരച്ചിരിക്കാൻ തോന്നും. ഇത് കഴിയുന്നത് വരെ നമുക്കിങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ആകാംക്ഷയായിരിക്കും. അതുകൊണ്ട് നമ്മളതിങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഇരിക്കും. ചില ആൾക്കാർ പറയും ഇത് ഭയങ്കര സ്ട്രെസ്സാണ്, ദേഷ്യം വരുത് ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ പറയും. പക്ഷേങ്കിൽ അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഒന്നും തോന്നില്ല. ഇഷ്ടമില്ലാതെ ഇങ്ങനെ എന്താണ് ഇതിൻ്റെ ലാസ്റ്റ് വരച്ചിട്ടുള്ള ഇത് മാത്രം കാണണമെന്ന് വെച്ച് ചെയ്താൽ നമുക്ക് കുറച്ചൊരു ഇതറിയാം. കാരണം ഇത് അത്ര പെട്ടെന്നൊന്നും വരച്ച് തുടങ്ങിയാൽ കയ്യില്ല എന്ന് പറഞ്ഞാൽ വരച്ച് കഴിയൂല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഗൈസ് ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ കോളമൊക്കെ പെന്ന് യൂസ് ചെയ്തൊക്കെ ഇങ്ങനെ ഡാർക്കാക്കി എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ടൈം എടുക്കുന്നത് മനസ്സിലാവില്ല. കാരണം ഞാൻ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പെന്നുകൊണ്ടൊക്കെ ഇങ്ങനെ ആക്കി എടുക്കാൻ കുറേ ടൈം എടുക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ സ്കെച്ച് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കി എടുക്കാം. സ്കെച്ച് പെന്നോ മാർക്കറൊക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷേ അതിന് എനിക്ക് ഭംഗി തോന്നിയിട്ടുള്ളത് പെന്നുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. അതാകുമ്പോഴാണ് കുറച്ചും കൂടെ ഫിനിഷ് ആവുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുള്ള് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ അതിൻ്റെ ബാക്കി സ്പേസിൽ പെന്ന് കൊണ്ടിങ്ങനെ ഡാർക്കാക്കി കൊടുക്കണം. ഇതിൽ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്ത് ഞാൻ വരച്ചാലും അതിൽ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും. അതാണ് എൻ്റെ പ്രത്യേകത ഗൈസ്. ഇതിലും ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഡാർക്കാക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഗൈസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇതിലും നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഡൂഡിലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ്, ഇനി ഞാൻ ക്രാഫ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ഈ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. പക്ഷെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ വഴി തെറ്റി ഡൂഡിൽ ആർട്ടിലെത്തി. അത് നമുക്ക് പിന്നെയും മാറ്റി എന്താക്കാം. സോറി ഗൈസ്, ചെറിയൊരു ശബ്ദത്തിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. അത് അമ്മ മിക്സി അരച്ച് ഓണാക്കിയതാണ്. ഓക്കെ. അപ്പം ഇതുപോലത്തെ ഇതിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഈ സെൻറ്ററിൽ മാത്രമേ ആ ഫ്ലവറിൻ്റെ ഇങ്ങനെ 4 ഭാഗത്തും വരക്കണമായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ സെൻറ്ററിൽ മാത്രമാണ് 4 ഭാഗത്ത് വരച്ചിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം മുട്ട പോലെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ചെയ്ത മിസ്റ്റേക്ക്? അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ 4 ഭാഗത്തും ഫ്ലവറിൻ്റെ ലീഫ് പോലെ വരച്ചിട്ട് ഫ്ലവർ പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കണം. ഞാൻ ഇത് വരച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇതിനെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഇതിങ്ങനെയല്ലല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 4 ഭാഗത്തും വരച്ചാലാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരും. അപ്പോൾ ഗൈസ്, ഓക്കെ, ബൈ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.